നമ്മൾ മൈക്കിളിനെ കാണാൻ പോവുകയാണ്. ഇടയനായ മൈക്കിൾ, നല്ല ഉത്തരവാദിത്തമുള്ള മൈക്കിൾ. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് 4 കാലുള്ള നമ്മുടെ മൈക്കിളിന്. പത്തനംതിട്ട മാത്തൂർ മലമുകൾ സെറ്റിൽമെന്റ് കോളനിയിലെ പതിവ് കാഴ്ചയാണിത്. നായകൻ ജെയിംസ് ഏട്ടന്റെ വീട്ടിലെ 1 വയസ്സ് പ്രായമുള്ള നായ മൈക്കിൾ. അമ്മുപ്പെണ്ണിനിത് 7ാം മാസമാണ്. മൈക്കിളാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. തൊഴുത്തിൽ നിന്നും ജെയിംസോ സാറാമ്മയോ അമ്മുവിനെ അഴിക്കും. പിന്നീടെല്ലാം മൈക്കിൾ നോക്കിക്കോളും. ദാ ഇതുപോലെ കയറിൽ കടിച്ച് മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോകും. കണ്ണു വിരിയുന്നതിന് മുൻപേ ബന്ധുവീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് മൈക്കിളിനെ. പിച്ചു വെച്ച് തുടങ്ങിയ കാലം മുതൽ അമ്മുവിന്റെ കയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതാണ് മൈക്കിൾ. അവന് തോന്നി കയറെ വിട്ട് ഞാൻ വിളിച്ച് പഠിച്ചാലിടങ്ങി അങ്ങനെ പഠിച്ചുകൊണ്ട് പോയെന്ന്. ഇത് പ്രത്യേകം പഠിപ്പിച്ചതൊന്നുമല്ല. അമ്മുവിനും റാണിക്കുമൊപ്പം തൊഴുത്തിലാണ് മൈക്കിളിന്റെ താമസം. ചുരുക്കത്തിൽ മൂവരും പിരിഞ്ഞിരിക്കുന്നത് മേയാൻ വിടുന്ന ഇടവേളകളിൽ മാത്രം. പറമ്പിൽ കൊണ്ടുവിടുന്നിടത്തു നിന്നും ഉടമയ്ക്കൊപ്പം മടങ്ങുന്ന മൈക്കിൾ ഇടയ്ക്ക് മേഖല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. അദ്ദേഹം പിന്നെ ജെയിംസ് പറഞ്ഞത് കൊച്ചിലെ മുതലേ അത് അതിൻ്റെ ചെറുപ്പം മുട്ടുകൾ അതിനെ കൊണ്ടുപോകുന്നു എടുക്കുന്നതും കണ്ട് അതിൻ്റെ കൂടെ സ്നേഹം, അതിൻ്റെ കൂടെ കിടക്കുന്നതെന്നും പറയുന്നു. എരുത്തിനകത്ത് തന്നെ എൻ്റെ കൂടെ കിടക്കുന്നതെന്നും പറയും. വലിയ അത് ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സന്ദേശം കൂടെയാണ്. റാണിയുമായും മൈക്കിൾ ഏറെ അടുപ്പത്തിലാണ്. അമ്മുവിനെ പോലെ തന്നെ റാണിയുടെ കയറിലാണ് പിടി. ഇടയ്ക്ക് ചില കുസൃതികൾ കാണിച്ച് ചാടിപ്പോകുന്ന റാണിയെ നേർവഴി നയിക്കാൻ ഇവരുണ്ടല്ലോ എന്നതിലാണ് വീട്ടുകാർക്ക് ആശ്വാസം. ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ പാനിടുമ്പോൾ ഞങ്ങളുടെ കൂടെ കിടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ കിടക്കാൻ പറഞ്ഞ് ഓടിപ്പിച്ചെന്ന് കിടക്കുകയും മാറാൻ പറഞ്ഞാൽ മാറുകയും എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും എടുക്കുകയും. മൈക്കിളിന്റെ പശുപരിപാലനം നാട്ടിലെങ്ങും പാട്ടാണ്. അതിനാൽ തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള സവാരി കാണാൻ വരിയോടെ താകെ ആൾക്കൂട്ടമാണ്. ഒട്ടും പരിശീലനമില്ലെന്ന് പറയാനാകില്ല. ജെയിംസിന്റെ മകൾ ജയയുടെ ട്രെയിനിങ് ഒരു പരിധിവരെ മൈക്കിളിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇവനെ വീട്ടിലെ മനുഷ്യനാണോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം പോലെ തോന്നുന്നു. എപ്പോഴും ഞാൻ പറയും ഇതൊരു മനുഷ്യജന്മമാണെന്ന്. മനുഷ്യൻ്റെ ഒരു അവതാരമാണെന്ന് ഞങ്ങൾ എന്നും വരുമ്പോൾ ഞാൻ എന്നും വരും. അമ്മുവും റാണിയും മൈക്കിളും നല്ല ചങ്ങാതിമാരാണ്. ഒരു വീട്ടിൽ ഒന്നിച്ച് കളിച്ച് വളർന്നത് രൂപപ്പെടുന്നതാണ് ഈ അത്യപൂർവമായ സൗഹൃദം. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. CK അഭിലാൽ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, അങ്ങനെ പൊതുവെ കാണാത്തൊരു കാഴ്ചയാണല്ലേ? സാധാരണ ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർ തന്നെ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകും, തിരികെ കൊണ്ടുവരും. ഇത് പക്ഷേ ഒരു വെറൈറ്റി കാഴ്ചയാണ്. ഇത് എങ്ങനെയാണ് ആള് ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോകുന്നത്? പശുക്കളുടെ കയറിൽ കടിച്ച് പിന്നിലേക്ക് ആഞ്ഞു വലിഞ്ഞ് വടംവലിക്കാർക്ക് സമാനമായ രീതിയിലുള്ള പ്രകടനമാണ് മൈക്കിൾ കാഴ്ചവെക്കുന്നത്. അത് കാണുന്ന ഏതൊരാളും 1 മിനിറ്റ് നിൽക്കും. ഒപ്പം തന്നെ അവരുടെ മുഖത്ത് ചിരി പടരും. അത്രയ്ക്ക് കൗതുകമുണ്ട് ആ കാഴ്ചയ്ക്ക്. സെറ്റിൽമെൻറ്റ് കോളനിയിലെ ഇതര വീട്ടുകാരൊക്കെ തന്നെ ഈ കൗതുകത്തിന് നിത്യേന സാക്ഷികളാണ്. വിശേഷിച്ച് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളൊക്കെ തന്നെ കൈയടിച്ച് പ്രോത്സാഹനവുമായി മൈക്കിളിന് ഒപ്പം ചേരാറുണ്ട്. പലപ്പോഴും മേച്ചിൽ പുറങ്ങളിൽ നിന്നും പശുക്കളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉടമസ്ഥനോ വീട്ടമ്മയോ ഒക്കെ തന്നെ ഒപ്പം ഉണ്ടാകാറുണ്ടെങ്കിലും പലപ്പോഴും റാണിയുടെ കയറിൻ്റെ അറ്റം ഉണ്ടാകാറുള്ളത് മൈക്കിളിൻ്റെ വായിൽ തന്നെയാണ്. അമ്മു നേരെ വീട്ടിലേക്ക് പോയാലും ഒരുപക്ഷെ പമ്പരം പോലെ കറങ്ങി തുള്ളിച്ചാടി റാണി പലയിടങ്ങളിലേക്ക് പോകുമ്പോഴും റാണിയുടെ കഴുത്തിലെ കയറിൻ്റെ മറ്റേ അറ്റം എന്നുള്ളത് മൈക്കിളിൻ്റെ വായിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ ഈ പശുപരിപാലനത്തിൻ്റെ അപൂർവ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി എനിക്ക് അയച്ചു തന്നത് പൊതുപ്രവർത്തകൻ കൂടിയായ MG കണ്ണനാണ്. അങ്ങനെ കണ്ണൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് മൈക്കിളിനെ നേരിൽ കാണാൻ വേണ്ടി എത്തിയത്. ക്യാമറ വെച്ച് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് സമീപവാസികൾ ആയിട്ടുള്ള ആളുകളും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി നിന്ന കുട്ടികളും ഒക്കെ തന്നെ ഒപ്പം ചേരുന്ന സ്ഥിതിയുണ്ടായി. സ്കൂൾ ബസ് പോലും അല്പസമയം നിർത്തി ഞങ്ങൾക്ക് സൗകര്യപ്രദമായ സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിരുന്നു. ജെയിംസിൻ്റെ മകൾ ജയ വളരെ ചെറുപ്പകാലത്ത് നായ്ക്കുട്ടിക്ക് നൽകിയ പരിശീലനമാണ് ഇത്രത്തോളം ഗൗരവകരമായ ഈ ജോലി ചെയ്യുന്നതിന് മൈക്കിളിനെ പ്രാപ്തരാക്കിയത്. നാടൻ നായ അല്ല എന്നുള്ളതാണ് വീട്ടുകാർ നൽകുന്ന വിവരം. അവരുടെ ബന്ധുവായിട്ടുള്ള വെട്ടിപ്പുറത്ത് താമസിക്കുന്ന ആളുടെ വീട്ടിൽ 1 വർഷം മുൻപ് പ്രസവിച്ച പട്ടിയുടെ കുട്ടിയെ ഇവർ എടുത്ത് വളർത്തുകയാണ് ഉണ്ടായത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയ പരിശീലനം നാട്ടുകാർക്കാകെ കൗതുകം നൽകുന്ന. ശരി അഭിലാൽ, തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. പൊതുവേ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അല്ല, ചിലയിടങ്ങളിലെ എല്ലാവരും ഒന്നിച്ചായിരിക്കും, ഭയങ്കര സൗഹൃദമായിരിക്കും പല ഇനങ്ങളൊക്കെ ആണെങ്കിലും. അതേപോലെയാണ്, അതോടൊപ്പം സ്നേഹവുമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പരിശീലനമായപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച തന്നെ എന്തായാലും ആ നാട്ടുകാർക്ക് ഡെയിലി കിട്ടുന്നത്.